Hello children, welcome to Kids Area Online. Exam എങ്ങനെയുണ്ടായിരുന്നു? Integration Day 2 exam എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നില്ലേ? ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ? ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമേ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. KG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടാവും. KG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം, ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ. STD2 ഇൻ്റഗ്രേഷൻ ഡേ 2 ക്വസ്റ്റ്യൻ പേപ്പർ 6ാമത്തെ പ്രവർത്തനം മുതലാണ് ഇൻ്റഗ്രേഷൻ ഡേ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 5 പ്രവർത്തനങ്ങൾ ഇൻ്റഗ്രേഷൻ ഡേ 1ൽ ഉണ്ടായിരുന്നു. 6ാമത്തെ പ്രവർത്തനം മുതൽ നോക്കാം. 6ാമത്തെ പ്രവർത്തനം പട്ടണയാത്ര. ടീച്ചർ ഇന്ന് രാവിലെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ ക്ലാസ് കണ്ടവർക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കൂടുതൽ ചോദ്യങ്ങളും ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് എഴുതാൻ കഴിഞ്ഞിട്ടും ഉണ്ടാവും. ഇന്ന് രാവിലെ ടീച്ചർ ക്ലാസ് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രവർത്തനം 6, പട്ടണയാത്ര. മാനസയും കൂട്ടുകാരും പട്ടണത്തിലെത്തി. പട്ടണ കാഴ്ചകൾ അവർക്കിഷ്ടമായി. പട്ടണ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം എഴുതുക. പട്ടണ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം എഴുതുക എന്നുള്ളതായിരുന്നു 6ാമത്തെ പ്രവർത്തനം. ഓക്കെ, മനസ്സിലായല്ലോ? 6ാമത്തെ പ്രവർത്തനം പട്ടണ കാഴ്ചകളെ കുറിച്ചിട്ട് വിവരണം എഴുതുക എന്നുള്ളതായിരുന്നു. 7ാമത്തേത് പാചകക്കുറിപ്പ് തയ്യാറാക്കുക. യാത്രയ്ക്കിടെ കഴിക്കാനായി കൂട്ടുകാർ പലതരം പലഹാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതുക. ആദ്യം വിഭവത്തിൻ്റെ പേരെഴുതണം. അത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളത്, ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ കോളത്തിൽ എഴുതാനുള്ളത്. അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, തയ്യാറാക്കുന്ന വിധമാണ് 3ാമത് എഴുതാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രവർത്തനം 6 പട്ടണ കാഴ്ചകൾ വിവരണം എഴുതാനുള്ളതായിരുന്നു. പ്രവർത്തനം 7 പാചകക്കുറിപ്പ് എഴുതാനുള്ളതായിരുന്നു. പാചകക്കുറിപ്പിൽ വിഭവം എഴുതണം, ആവശ്യമുള്ള സാധനങ്ങൾ എഴുതണം, തയ്യാറാക്കുന്ന വിധവും എഴുതണം. 8ാമത്തെ ആക്ടിവിറ്റി ടു ദ സൂ. ഡ്യൂറിങ് ദെയർ ട്രിപ്പ് ദേ റീച്ച്ഡ് ദ സൂ. ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നു, സൂവിൽ എത്തിച്ചേർന്നു. എൻട്രി ടിക്കറ്റ് ഓഫ് 1 person ഈസ് 10 rupees. ഒരു ആൾക്ക് സൂ കാണാൻ അകത്ത് കയറണമെങ്കിൽ 10 രൂപ കൊടുക്കണം. മാനസ ടുക്ക് ടിക്കറ്റ്സ് ഫോർ 8 friends. മാനസ 8 കൂട്ടുകാർക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു. ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ എമൗണ്ട്?
10 രൂപയാണ് ടിക്കറ്റ്, 8 പേർക്ക് എടുത്തു. അപ്പോൾ എത്രയായി? 10 into 8 is equal to 80. ഓക്കെ. വൗ, ഹണി ഗൂസ്ബെറി, തേൻ നെല്ലിക്ക. 1 costs 5 rupees. ഒരെണ്ണത്തിന് 5 രൂപ. ജയേഷ് bought 10 honey gooseberries. ജയേഷ് എത്ര എണ്ണം മേടിച്ചു? 10 തേൻ നെല്ലിക്ക മേടിച്ചു. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട്? 10 ഗൂസ്ബെറീസ് മേടിച്ചു. ഒരെണ്ണത്തിന് 5 രൂപ വെച്ചാണ്. ഒരെണ്ണത്തിൻ്റെ വില 5 രൂപ. അങ്ങനെ എത്ര എണ്ണം മേടിച്ചു? 10 എണ്ണം. 10 into 5 is equal to ആൻസർ. കംപ്ലീറ്റ് ദ പാറ്റേൺ. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ പ്രവർത്തനം. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. 9ാമത്തേത് നല്ല ആരോഗ്യത്തിന്. മൃഗശാലയ്ക്ക് പുറത്ത് ആഹാര സാധനങ്ങൾ വിൽക്കുന്നു. പലതും തുറന്നു വച്ചിരിക്കുന്നു. ഇതുപോലുള്ള സ്ഥലത്ത് നിന്നും ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ? മൃഗശാലയ്ക്ക് പുറത്ത് ആഹാര സാധനങ്ങൾ വിൽക്കുകയാണ്. കണ്ടല്ലോ, ഒത്തിരി ഈച്ചകളുണ്ട്. ഇതാ നോക്കി, ഇവിടെ ഒരു പൂച്ച നിൽപ്പുണ്ട്. ആഹാര സാധനങ്ങളെല്ലാം തുറന്നു വെച്ചിരിപ്പുണ്ട്. ഒട്ടും വൃത്തിയില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ മൃഗശാലയ്ക്ക് പുറത്ത് ആഹാര സാധനങ്ങൾ വിൽക്കുന്നു. പലതും തുറന്നു വച്ചിരിക്കുന്നു. ഇതുപോലുള്ള സ്ഥലത്ത് നിന്നും ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ? നല്ല ആഹാരശീലങ്ങൾ എഴുതുക. 3 നല്ല ആഹാരശീലങ്ങൾ എന്ത് ചെയ്യണം? എഴുതാനുള്ളതായിരുന്നു. നല്ല ആരോഗ്യത്തിന് 9ാമത്തെ പ്രവർത്തനത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. 2ാമത്തെ ക്വസ്റ്റ്യൻ, പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് എന്ന് പറയാൻ കാരണമെന്ത്? പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് എന്ന് പറയാൻ കാരണമെന്ത്? അതായിരുന്നു ബി ക്വസ്റ്റ്യൻ. നല്ല ആഹാരശീലങ്ങൾ എഴുതുക. 1ാമത്തെ എ പാർട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുതെന്ന് പറയാൻ കാരണമെന്ത്? അതായിരുന്നു ബി ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ, 10ാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് ഗെറ്റ് ഓൺ ദ റൈഡ്സ്. മാനസ ആൻഡ് ഫ്രണ്ട്സ് റീച്ച് ദ പാർക്ക്. മാനസയും കൂട്ടുകാരും പാർക്കിൽ എത്തിച്ചേർന്നു. ദേ വാണ്ടഡ് ടു ഗെറ്റ് ഓൺ ദ റൈഡ്സ്. അവർക്ക് റൈഡ്സിൽ കയറാൻ ആഗ്രഹമുണ്ടായി. ദേ കൗണ്ടഡ് ദ നോട്ട്സ് ആൻഡ് കോയിൻസ് വിത്ത് ദം. അവരുടെ കയ്യിലുള്ള നോട്ട്സും കോയിൻസും ഒക്കെ അവർ കൂട്ടി നോക്കി. ഫൈൻഡ് ഹൗ മച്ച് റുപ്പീസ് ഈച്ച് വൺ ഹാൻഡ് വിത്ത് ദം. ഓരോരുത്തരുടെ കയ്യിൽ എത്ര രൂപ വെച്ചുണ്ട്? മാനസയുടെ കയ്യിൽ 3 10 rupees notes, 1 5 rupee note, 4 2 rupee coins. അപ്പോൾ എത്രയാണെന്ന് കണ്ടെത്തി എഴുതുക. 10ന്റെ നോട്ട് 3 എണ്ണം, 5ന്റെ നോട്ട് 1 എണ്ണം, 2 രൂപയുടെ കോയിൻ 4 എണ്ണം. അങ്ങനെ എത്ര രൂപയുണ്ട്? ജയേഷിൻ്റെ കയ്യിൽ 4 10 rupee notes, 2 5 rupee notes, 3 2 rupee coins. ടോട്ടൽ എത്ര എമൗണ്ട് എന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. 5 10 rupee notes, 1 5 rupee note. ധ്രുതയുടെ കയ്യിൽ 5 10 rupee നോട്ട് ഉണ്ട്, 1 5 rupee നോട്ട് ഉണ്ട്. അപ്പോൾ എത്രയായി? അനസിൻ്റെ കയ്യിൽ 1 10 rupee നോട്ട്, 8 5 rupee നോട്ട്സ്, 6 2 rupee കോയിൻസ്. അപ്പോൾ അനസിൻ്റെ കയ്യിൽ എത്രയുണ്ട് എന്ന് കണ്ടെത്തി എഴുതണം. ടീച്ചർ ഇതിൻ്റെ ആൻസർ മറ്റൊരു ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഹൂ ഹാഡ് മോർ മണി? ലാസ്റ്റ് നിങ്ങൾ ആരുടെ കയ്യിലാണ് കൂടുതൽ പൈസയുള്ളത് എന്നും എഴുതണം. അതായിരുന്നു 10ാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ ഈസി എക്സാമാണ്. പഠിച്ചവർക്ക് ഇതൊക്കെ ഒന്ന് കവർ ചെയ്തവർക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, എക്സാം ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമേ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ.
1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം, അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം, മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. പ്രീ കെ ജി ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടാവും. പ്രീ കെ ജി ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും, എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ.